പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ഫിറ്റ്നസ് കോച്ചും സംരംഭകയുമായ ശ്രിയ അയ്യർ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അവതാരകയിൽ നിന്ന് ഫിറ്റ്നസ് സ്റ്റുഡിയോ ഓണറായി മാറിയ, അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയിൽ സംസാരിക്കാൻ. എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൺ എൻ്റർപ്രണർ ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, ശ്രീമതി ശ്രിയ അയ്യർ. സ്വാഗതം. നമസ്കാരം. ഈ ഒരു ഒറ്റയാൾ ഒരു സ്റ്റുഡിയോ ആയിട്ട് തുടങ്ങിയത് ഇന്നൊരു ടീമായിട്ട് ബിൽഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണറാണ്. ഹൗ യു ഫീൽ? അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യമൊക്കെ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. പേടി എപ്പോഴും ഒരു വലിയൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പം ലയബിലിറ്റീസ് എടുക്കണം എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി അതൊരു ബലമായി മാറി കേട്ടോ. റിസ്ക് എടുത്താലേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീൽ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആദ്യമൊക്കെ അമ്മ തന്നെ പറഞ്ഞു, വേണോ ഇത്രയും റെൻ്റൊക്കെ കൊടുത്ത് എന്നൊക്കെ പറയുന്നവരെല്ലാവരും പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റിസ്ക് എടുത്തപ്പം ഐ ഫീൽ സോ ഹാപ്പി. അതായത് ഞാനെപ്പോഴും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം ഒരു 10,000 രൂപയാണ് ഒരു മാസം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഏൺ ചെയ്യും. ഇപ്പം എൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു 2.25 ലക്ഷം രൂപ 3 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടി എയിം ചെയ്യും. അപ്പം റിസ്ക് എടുത്താലേ സംതിങ് വിൽ ഹാപ്പൻ എന്നുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ നിന്ന് തുടക്കം മുതലേ തന്നെ ഫിറ്റ്നസ്സിൽ ഇൻവോൾവ് ആണ് ശ്രിയ. തുടക്കത്തിൽ തന്നെ ഒരു അവതാരക എന്ന രീതിയിൽ തുടങ്ങി, അഭിനേത്രിയായിരുന്നു, അവിടുന്ന് അത്ലറ്റായി, പിന്നെയാണ് ഈ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവുന്ന ഒരുപാട് ചേഞ്ചസ്. ഈ ജിം എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നിയത് അത്ലറ്റ് ആയപ്പോഴാണ്. ബിക്കോസ് ആൾക്കാർ എന്നോട് ചോദിച്ചു തുടങ്ങി, നല്ല ചേഞ്ചസ് ഉണ്ടാവല്ലോ, പഠിപ്പിച്ചു തരാവോ, എന്താ കഴിക്കുന്നത്, എന്താ വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ലറ്റ് ആവാൻ നമുക്ക് സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ എടുത്തു തുടങ്ങി. അങ്ങനെ ഒരു 5-6 സർട്ടിഫിക്കേഷൻസ് എടുത്തായിരുന്നു. ബിക്കോസ് ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ് എന്നാണല്ലോ. അപ്പം അറിവുകൾ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ, നല്ല അറിവുകൾ, കറക്റ്റ് അറിവുകൾ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പം കുറേ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലൊരു കുഞ്ഞു ഹോം സ്റ്റുഡിയോ സെറ്റ് ആദ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ജിം ആൽഫ ജിം എന്ന് പറയുന്നത് വീട്ടിലാണ്. അച്ഛനാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. വീട്ടിൻ്റെ മാളിൽ ലോക്ക്ഡൗൺ ടൈമിലായിരുന്നു ചെയ്തിരുന്നത്. അവിടെ ഒരു കുറച്ച് പേര് വന്ന് ട്രെയിൻ ചെയ്യുമായിരുന്നു. പക്ഷേ ആണുങ്ങൾ കുറേ ചോദിച്ചു തുടങ്ങി. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയപ്പം എനിക്ക് ആ സ്ഥലം വീട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് വഴി. അപ്പം എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാരണം ജിം സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റുഡിയോ, ഒരു പേഴ്സണൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ എന്തോ കറങ്ങി തിരിഞ്ഞ് ഒരു 2700 സ്ക്വയർ ഫീറ്റിൽ ഒരു ജിം അങ്ങനെ മാറി. ഐ എം സോ ഹാപ്പി. ഈ ആങ്കർ ആയിരുന്ന പീരീഡിലേക്ക് വേണ്ടി ഞാൻ എൻ്റെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ, അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന തോട്ട്സിനെ മാറ്റാൻ വേണ്ടി ഞാൻ വളരെ കാര്യമായി ശ്രമിച്ചിരുന്നു എന്ന് ഇൻ്റർവ്യൂസിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെ, ബിക്കോസ് ലൈഫ് ഫെയിലിയേഴ്സ് എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ അങ്ങനെ ലൈഫ് ഫെയിലിയർ ആണ് എന്നെ വർക്കൗട്ടിലോട്ട് നയിച്ചത്. ബിക്കോസ് ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി, ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ചെറിയ ചില്ലറ ഡിപ്രഷൻ ഒന്നും അല്ലായിരുന്നു, ഒരു സൂയിസൈഡ് വരെ പോയ ഡിപ്രഷൻ ആയിരുന്നു. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ബാഡ്. എപ്പോഴും എല്ലാവരും പറയാം എന്തിനതൊക്കെ പറയുന്നത്. പക്ഷെ ഇതുപോലെ കുറേ ആൾക്കാർ ഇതേ ഫേസിൽ കടന്നു പോകുന്നവരായിരിക്കും. എല്ലാവർക്കും ഈ തോട്ട്സ് വരും. ഡിപ്രഷൻ വിൽ ലീഡ്സ് ടു സൂയിസൈഡൽ തോട്ട്സ്. അപ്പം അതിൽ നിന്ന് പുറത്തു വരാൻ വർക്കൗട്ട് മെഡിസിനെ പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് ഞാൻ മനസ്സിലാക്കി. അപ്പം മെഡിസിൻ്റെ ആശ്രയം ഇല്ലാണ്ട് വർക്കൗട്ട്സിലൂടെ എനിക്ക് മെൻ്റലി ഫിറ്റ് ആവാൻ പറ്റി. അപ്പം അങ്ങനെ ഫിസിക്കലി 2 ഇടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നെ മെച്യൂരിറ്റി, പിന്നെ നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത് തിരിച്ച് ചെയ്യുന്നതല്ലല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഫൊർഗെറ്റ് ആൻഡ് ഫോർഗീവ് എന്ന് വിചാരിക്കാമല്ലോ. അപ്പം അങ്ങനെ വിട്ട് കളഞ്ഞു. അപ്പം അതുപോലെ എനിക്ക് സക്സസ്ഫുൾ ആവണം എന്നുള്ള ഒരു ഏർജ് എനിക്കുണ്ടായിരുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു ബി സക്സസ്ഫുൾ. ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണം. ഐ വോണ്ട് ടു ബി സിംഗിൾ ആൻഡ് സ്ട്രോങ്. അതാണ് ആൽഫ എന്നുള്ളൊരു കോൺസെപ്റ്റിൻ്റെ പേര്. ആൽഫയുടെ ഒറിജിനൽ മീനിങ് ഈസ് സിംഗിൾ ആൻഡ് സ്ട്രോങ് എന്നാണ്. അപ്പോൾ അതാണ് ആൽഫ ജിം എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നത്. ഓക്കെ, സിംഗിളായിട്ട് നമുക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു മെസ്സേജും കൂടി അതിൻ്റെ. അതെ, ഇപ്പം നമ്മൾ മാരേജ് കഴിഞ്ഞാൽ പോലും നമ്മുടെ തോട്ട്സ് ആൻഡ് തിങ്സ് പാർട്ട്ണറിൻ്റെ ഈക്വലി ലൈക്ക് അവർക്ക് നമ്മൾ ഷെയർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാട് വേണം എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളായിട്ടുള്ള ലക്ഷ്യബോധം വേണം, പാഷനേറ്റ് ആയിരിക്കണം, വോണ്ട് ടു ബി സംതിങ് ഇൻ ലൈഫ്. അതായത് നമ്മൾ മരിക്കുമ്പം എന്തെങ്കിലും അബൌട്ട് അസ് ആൾക്കാർ മനസ്സിൽ ഓർക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാം നന്നായി വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. തിരുവനന്തപുരത്തെ വളരെ ഹംബിൾ ആയിട്ടുള്ളൊരു വീട്ടിൽ നിന്ന് ആണ് ശ്രിയ വന്നിരിക്കുന്നത്. എപ്പോഴും അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. അതെ, ഒരാൾ ഇപ്പോൾ കൂടെ ഇല്ല. അച്ഛനമ്മയെ കുറിച്ച്, ആ സപ്പോർട്ടിനെ കുറിച്ച്. അതെ, അത് അച്ഛൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. പിന്നെ റിട്ടയർ ആയിട്ടും ക്ഷേത്രത്തിൽ തന്നെ അരമണിയുടെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം 1 സെന്റ് വീട്, ഓടിട്ട വീടായിരുന്നു. അപ്പോൾ ഞാൻ +2 വരെ പഠിക്കുമ്പോഴേക്കും അങ്ങനെയായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ. മഴ പെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വരും. നമ്മളത് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ നമുക്കൊരു കാറ്ററിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ 2 നില കെട്ടിടം ഓഫ് 1. ഇപ്പോഴും വീട് 1 സെന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്തോ ചെറിയ കുടുംബമാണെങ്കിൽ വി വർ സോ ഹാപ്പി. ഇപ്പം നോക്കുമ്പോൾ അച്ഛനില്ല, മരിച്ചിട്ട് 3 വർഷമാവുന്നു. അച്ഛനും അമ്മയും കൂടെ കാശിയിൽ ട്രിപ്പിന് പോയിട്ടുണ്ടായി. ഓൺ ദി വേ ബാക്ക് ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ആസ്മയുണ്ട്, അച്ഛൻ ആസ്മ അറ്റാക്ക് വന്നു. പക്ഷെ ആൾക്കാർക്ക് CPR നോളജ്
കിട്ടുന്നില്ല. അപ്പം നമ്മൾ CPR അവയർനെസ് കുറച്ചും കൂടെ ഞാൻ പീക്കാക്കിയത് ഇതിന് ശേഷമായിരിക്കും. അപ്പം CPR കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ ഒരുവിധം രക്ഷപ്പെട്ടേനെ. CPRോ ഓക്സിജൻ സിലിണ്ടേഴ്സിന് സപ്പോർട്ട് ഇല്ലാണ്ട് AC കമ്പാർട്ട്മെന്റിൽ ഓൺ ഹിസ് വേ ബാക്ക് കാശിയിൽ നിന്ന് വരുമ്പോഴാണ് മരിച്ചത്. നല്ല മരണം എന്ന് പറയും, പക്ഷെ എന്നാലും ഫിറ്റ്നസ്സിലുണ്ടായ എനിക്ക് ഇത് കേൾക്കുമ്പോൾ കുറച്ച് ഭയങ്കര വിഷമായിരുന്നു. ആൾക്കാർക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ. ബിക്കോസ് മരിച്ചതിന്റെ വിത്തിൻ എ വീക്ക് തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഫ്ലൈറ്റിൽ ഇതുപോലെ ഇങ്ങനെ കൊളാപ്സ് ആയി വീണപ്പം അവിടെ CPR കിട്ടിയിരുന്നു. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളൊരു വിഷമം കൂടെ നമുക്കുണ്ട്. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് കുറച്ചും കൂടെ എത്തണം എന്നുണ്ട്. അപ്പം ഞാൻ ആസ്മയുടെ അവയർനെസ്സും CPR അവയർനെസ്സും ആൾക്കാർക്ക് ഇടയിൽ ഞാൻ എത്തിക്കുന്നുണ്ട് എന്നാലാവുന്ന വിധം. ലൈഫിൽ നേരിട്ട സാഹചര്യങ്ങളെല്ലാം തന്നെ പിന്നീട് ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീയ. നമുക്ക് തുടർന്ന് സംസാരിക്കാം. അതിനുമുമ്പ് ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് കേൾക്കും? അച്ഛൻ എപ്പോഴും എനിക്ക് കുഞ്ഞിലെ മുതലേ ഒറ്റ പാട്ട് മാത്രം റിപ്പീറ്റ് ചെയ്ത് തന്നെ എനിക്ക് കുഞ്ഞിലെ പാടി തരത്തുള്ളൂ, ഉണ്ണി വാവാവോ. അപ്പൊ നമുക്ക് അത് തന്നെ കേട്ടാലോ. മലയാളികൾക്കൊക്കെ കടന്ന് ബോളിവുഡിലൊക്കെ പോയ പാട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. സാന്ത്വനം എന്ന സിനിമയിലെ പാട്ടാണ്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന ലൈഫിന് കിട്ടിയ ജീവിത സാഹചര്യങ്ങളെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരാളാണ്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടു സെക്കൻഡ് ഇന്നിങ്സ് ഓഫ് യുവർ ലൈഫ്. യെസ്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഇന്നിങ്സ് ആണ് എങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സിനെ ഹൗ യു ഡിഫൈൻ? ഫസ്റ്റ് ഇന്നിങ്സ് എല്ലാവർക്കും തെറ്റ് പറ്റും ലൈഫിൽ. അപ്പം തെറ്റുകൾ തിരിച്ച് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. തെറ്റിന് എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ആഴമായിട്ടുള്ള മുറിവ് തന്നെയായിരിക്കും, പക്ഷെ അത് മാച്ച് കളയാനോ പറ്റത്തില്ല. അപ്പോൾ സമൂഹത്തിൽ ആൾക്കാർ പലതും, ഞാൻ ആക്ച്വലി കുറച്ചുകൂടെ ഫെയിം ആയത് ആ സമയത്ത് നല്ല കത്തി നിൽക്കുന്ന ആങ്കർ ആവുന്ന സമയത്ത് ആൾക്കാർ ഇപ്പോഴും എന്തെങ്കിലും വരികയാണെങ്കിൽ പോലും ആ കാര്യങ്ങളെ പിന്നെയും കുത്തി നോവിപ്പിക്കും. പക്ഷെ അതിൽ ഫോൾ ആവാണ്ട് തെറ്റുകൾ മനസ്സിലാക്കി, തെറ്റുകൾ ചെറുപ്പത്തിൽ ആരാ തെറ്റ് കാണിക്കാത്തത്, അപ്പം ഫോർഗെറ്റ് ആൻഡ് ലിവ് ഫോർവേഡ്. തെറ്റുകൾ ചെയ്യാത്തതായിട്ട് ആരുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കീപ് മൂവിങ് ഫോർവേഡ്. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ അത് കാരണം മാത്രമായിരിക്കാം ചിലപ്പം വാശി, ജീവിച്ച് കാണിക്കണം എന്നല്ല, ജീവിക്കണം. ആ വാശിയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഐ വിൽ. ഇപ്പൊ വാശിയൊന്നുമല്ല, ഐ വോണ്ട് ടു ബി സക്സസ്ഫുൾ. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ബേബി പോലെയാണ് എൻ്റെ ജിം. അപ്പം സംഭവം അതിനെ കഷ്ടപ്പെടുത്താണ്ട് നല്ല രീതിയിൽ എത്തിക്കണം. അതുപോലെ പ്രോഫിറ്റ് ഒത്തിരി ഒന്നും എയിം ചെയ്യുന്നില്ല, പക്ഷെ നല്ല ട്രെയിനിങ്, ക്വാളിറ്റി ട്രെയിനിങ് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ജിം സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ വിചാരിച്ചിട്ടാണോ ഈ ആണുങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാത്ത വെയിറ്റ് ഒക്കെ ഞാൻ ആ സമയത്ത് എടുത്തിരുന്നു? അതൊരു അഡിക്ഷനാണ്, നമുക്കൊരു അഡിക്ഷനാണത്. മനസ്സിൽ പിന്നെ കുറച്ച് വിഷമവും ദേഷ്യവും ഒക്കെ വരുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക് വെയിറ്റ് അങ്ങ് പൊങ്ങും. അത് വേറെ കാര്യമാണ്. അതായത് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ വെക്കുന്ന ആ ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നെ ആൾക്കും ഷെയർ ചെയ്യാണ്ടായി. അപ്പൊ എന്റെ ഉള്ളിലുള്ള വിഷമം അത് മനസ്സിലിങ്ങനെ കിടത്തി ഇതാക്കാണ്ട് ഐ എക്സ്പ്ലോർ, ലൈക്ക് ഒച്ചപ്പാടും ബഹളവും ഇല്ലാണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്ത് ഞാൻ കുറച്ച് ശാന്തമാക്കും. പൊതുവേ ആൾക്കാർ പറയാറുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ ഇപ്പോഴും ഫിറ്റ്നസ് അങ്ങനെ കാര്യമായിട്ട് എടുക്കുന്ന സ്ത്രീകളെ അങ്ങ് അംഗീകരിക്കാനൊരു മടിയുള്ളൊരു സമൂഹമായിട്ട് ആണ്. അല്ല, അങ്ങനെ മാത്രമല്ല, ആണുങ്ങൾക്ക് എന്തിനാണ് സിക്സ് പാക്ക് എന്ന് പറയുന്ന ആൾക്കാരും തന്നെയാണ് നമ്മുടെ മലയാളികൾ. അപ്പം ചിലപ്പോൾ കുറച്ച് സ്റ്റീരിയോ ടൈപ്പായിട്ട് ഫീൽ ചെയ്യുമായിരിക്കും. ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ശാലീന സുന്ദരി, ആലില വയർ, സ്ലീവ്ലെസ് ഇടാൻ പാടാത്ത പെൺകുട്ടി, കയ്യിൽ മസിൽ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങളെ പോലെ ഇരിക്കുന്നു. ചിലപ്പോൾ എന്നെ നടത്തവും സംസാരവും സ്റ്റൈലൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഐ ലവ് മീ. അപ്പോൾ ഞാൻ എന്നെ ഇങ്ങനെ ക്യാരി ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും ഫിറ്റ്നസ് ഒക്കെ ചെയ്തിട്ടും ഫെമിനൈൻ ക്വാളിറ്റീസ് സ്ത്രീകളെ മിസ്സായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എല്ലാവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണല്ലോ. ബട്ട് 5 fingers ആർ നോട്ട് സെയിം അല്ലേ? അപ്പൊ 5 5 അപ്പൊ എന്നെയായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പ്ലീസ് സ്വൈപ്പ് മൈ. എപ്പോഴും എനിക്ക് കമന്റ്സും ഇതും കാണുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും. അപ്പം ഇഫ് യു കാണ്ട് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സ്വൈപ്പ് മൈ വീഡിയോ, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് കമന്റ്സ് മീ. മിക്കതും എനിക്ക് വിഷമം വരും കേട്ടോ ഈ കമന്റ്സും ഇതൊക്കെ കാണുമ്പോൾ. ചിലപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യും. നിരന്തരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ പിടിച്ച് ബ്ലോക്ക് ചെയ്യും. ഈ സോഷ്യൽ മീഡിയ പ്രസൻസിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് ചോദിക്കുന്നത്. വളരെ നിരന്തരമായിട്ട് വീഡിയോസ് ഇടുകയും അതിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു വീഡിയോ എന്ന് പറയുന്നത് പെഗ് ഫ്ലൈ ചെയ്ത് ഇറങ്ങി വന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആഡിൽ ശ്രീയ പ്രത്യക്ഷപ്പെട്ടതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ ഇത്രയും വലിയൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വലിയ അഭിമാനമായി തോന്നിയൊരു മുഹൂർത്തമാണ്. എന്ത് തോന്നുന്നു? ദാറ്റ് ചേഞ്ച് മൈ ലൈഫ്. ബിക്കോസ് ഞാനൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ വാങ്ങിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ട്രെയിനിങ്, ഓൺലൈൻ ട്രെയിനിങ് ഇങ്ങനെയൊക്കെ ചെയ്ത് വന്ന് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ത്യയിൽ വൺ ഓഫ് ദി ടോപ്പ് ബ്രാൻഡ്സ് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് ഇയർ ആണ് ബ്രാൻഡിങ് ചെയ്യുന്നത്. പൊതുവെ അത്ലറ്റ്സിനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സപ്ലിമെന്റ്സിന് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നത്. ദേ ആർ പേയിങ് മീ ഗുഡ് ആൻഡ് അതുപോലെ തന്നെ എനിക്ക് ആൻഡ് ഇന്ത്യയിലെ ടോപ്പ് അത്ലറ്റ്സിൽ ഒരാളാണ് ഞാനും. അപ്പോൾ അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കേരളത്തിലെ വിമനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഐ ഫീൽ സോ പ്രൗഡ്. അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ വിൻ ചെയ്ത ഒരാളാണ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം. ഒരു പാട്ട് കേട്ടാലോ? യെസ്. ഏത് പാട്ട്? ടു മോട്ടിവേറ്റ് പീപ്പിൾ, വിമൻസിന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ലവ് സിംഗപ്പെണ്ണെ സോങ്. വിവേകിന്റെ വരികളാണ്. AR റഹ്മാൻ ഒരുപക്ഷെ ആ സമയത്ത് നമുക്ക് തന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണ് ബിഗിൽ സിനിമയിലെ പാട്ട്. ആ സിനിമ ഇറ്റ്സെൽഫ് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഗൂസ്പംസ് വരാറുണ്ട്. സ്റ്റിൽ പൊതുവേ ജിമ്മിൽ നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവുമല്ലോ. ജിം പ്ലേലിസ്റ്റ് എങ്ങനെയാണ് സാധാരണ? ഞാൻ ആക്ച്വലി ഒറ്റ പാട്ട് മാത്രമേ ലൂപ്പിൽ കേൾക്കാറുള്ളൂ. അതായത് നമുക്ക് ഡിസ്ട്രാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവെ ഫോളോ ചെയ്യുന്നത് അതായിരിക്കും. ചിലപ്പം അഗ്രസീവ് സോങ്സ് ആയിരിക്കും കൂടുതൽ കേൾക്കുന്നത്.
ഇടയ്ക്ക് മലയാളത്തിലെ തെറ്റി സോങ് എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. അപ്പൊ അത് മാത്രം ലൂപ്പിട്ട് നിയർലി അത് വെച്ച് ഒരു റീലും കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒറ്റ സോങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യും. ബിക്കോസ് നമുക്ക് ഈ പാട്ടിലോട്ട് മൈൻഡ് പോവാതിരിക്കാൻ, പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ അലിഞ്ഞു പോകുമല്ലോ. അപ്പൊ അതിലോട്ട് മൈൻഡ് പോകാതിരിക്കാൻ ഫോക്കസിന് വേണ്ടിയിട്ട് അഡ്രിനാലിൻ ബൂസ്റ്റ് ആവുന്ന പോലത്തെ സോങ്സ് മാത്രം ലൂപ്പിട്ട് കേൾക്കും. അതാണ് എന്റെ ഫേവറേറ്റ് ട്രാക്സ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഈ ടൈറ്റിലുകളുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ഇന്ത്യ സൗത്ത് ഫിറ്റ്നസ്, മിസ് ക്യൂൻ ഓഫ് ട്രിവാൻഡ്രം, മിസ് വുമൻ ഫിസിക്, പിന്നെ 18, 19, 20 മിസ് ട്രിവാൻഡ്രം. അതെ, ഇത്രയും ടൈറ്റിലുകളുമായി ഒരാൾ. അങ്ങനെയെന്ന് പറയുമ്പോൾ അതൊരു അഡിക്ഷനായി വന്നപ്പോൾ കിട്ടിയ ടൈറ്റിൽസ് ആണ്. അതായത് ഞാൻ നേരത്തെ എനിക്ക് സിനിമ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അത് ഫോക്കസ് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ പെൺകുട്ടിയായത് കാരണം ഫോളോ ചെയ്യാനുള്ള ഒരു മടി കാരണം ഞാൻ ആങ്കറിംഗിലോട്ട് മാറി. ആങ്കറിംഗ് കുറെ ചാനൽസിൽ ഇങ്ങനെ കമ്പയറിംഗ് ചെയ്തു. പിന്നെ ഈ ലൈഫ് ഫോളിൽ കാരണം ഫിറ്റ്നസ്സിലോട്ട് വന്നപ്പം എന്ത് കാര്യമാണോ വി ഫോക്കസ്, അപ്പൊ അതിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ ചിന്തിക്കുക എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയാണ് ഞാൻ കോമ്പറ്റീഷൻസ് ചെയ്തത്. അപ്പോൾ ഒരു ടൈറ്റിൽ എടുത്തപ്പോൾ ഐ ഫീൽ ലൈക്ക് നോ, ഐ വോണ്ട് അച്ചീവ് മോർ. എനിക്ക് ആക്ച്വലി ഹാട്രിക് സൗത്ത് ഇന്ത്യ അടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് നടന്നില്ല. അപ്പോൾ തേർഡ് ഇയർ ആയപ്പോൾ എനിക്ക് ചാൻസ് കിട്ടി പിന്നെയും ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഇടയ്ക്ക് ലോക്ക്ഡൌൺ ടൈം അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ ബ്രേക്ക് എടുത്തു. ഇപ്പം ഞാൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷനിലെ ജഡ്ജാണ്, സ്റ്റേറ്റ് ജഡ്ജാണ്. ഐ എം പ്രൊമോട്ടിംഗ് വിമൻ ഇൻ ടു ഫിറ്റ്നസ്, നോട്ട് ദ സ്റ്റീരിയോ ടൈപ്പ്. എല്ലാ കൈൻഡ് ഓഫ് വിമനെയും ഫിറ്റ്നസ്സിലോട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലോക്ക്ഡൌൺ പീരീഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കാണ് ആ സമയത്താണ് നമ്മൾ ഒരുപക്ഷെ കൂടുതൽ ഓൺലൈൻ ട്രെയിനിങ്. അതെ, എനിക്ക് ബ്രേക്ക് ഇവൻ ആയത്, എല്ലാവർക്കും ഫിനാൻഷ്യലി ഡൗൺ ആയത് ലോക്ക്ഡൌൺ ആണെങ്കിൽ ഞാൻ കുറച്ച് ഫിനാൻഷ്യലി സൗണ്ട് ആയത് ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു. അത് മണി മൈൻഡ് വെച്ചിട്ടല്ല ഞാൻ ചെയ്തത് കേട്ടോ. അതായത് ലോക്ക്ഡൌൺ ടൈമിൽ അപ്പോഴാണല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയത്. നോക്കിയപ്പോൾ ആൾക്കാർ ദേ സ്റ്റാർട്ടഡ് സെർച്ചിങ്, യൂട്യൂബൊക്കെ നോക്കി പൊറോട്ട അടിക്കാൻ തുടങ്ങുന്നു, കേക്ക് ബേക്ക് ചെയ്യുന്നു, തട്ടുകട ഫുഡുകളെല്ലാം വീട്ടിലുണ്ടാക്കി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടെ ഫിറ്റ്നസ് പ്രാന്ത് കൂടിയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീടിൻ്റെ മുകളിൽ ഒരു കുട്ടി ജിമ്മ് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫുൾ ടൈം വർക്കൗട്ടും കാര്യങ്ങളും സീരിയസ്നെസ്. ഞാൻ ആസ്മാറ്റിക് ആണ്, അച്ഛൻ ആസ്മാറ്റിക് ആണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമുക്ക് എത്രത്തോളം നമ്മളെ കൊറോണ ബാധിക്കും നമുക്ക് അറിഞ്ഞ കാരണം ആ സീരിയസ്നെസ് ആൾക്കാരിൽ അറിയുന്നില്ല. ഒബിസിറ്റി ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്, പിന്നെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു 30 days ചാലഞ്ച് ഫ്രീ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പം ഓൺലൈൻ ട്രെയിനിങ്ങിന് അത്രയും ആക്റ്റീവ് ഒന്നും അല്ല, എന്താണെന്ന് പോലും അറിയത്തില്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്ത്. ഇപ്പോൾ നിയർലി കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അങ്ങനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് മീ ട്രെയിനിങ് ചെയ്ത് തരാമോ എന്ന്. അപ്പോൾ സർട്ടിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്ത സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ട്രെയിനിങ് കൊടുത്തു. ആ സമയത്തായിരുന്നു ജിം ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നു. ജിമ്മുകളും പൂട്ടുന്ന സമയവും തുറക്കാൻ സമ്മതിക്കാത്ത സമയമായപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് കാറ് വാങ്ങിച്ചു. ആൾക്കാർ ഇത് കഴിഞ്ഞിട്ട് ഇനോഗ്രേഷന് വരണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ഓക്കെ ഞാൻ അത്രയും ഫെയിം ആയല്ലേ. ഞാൻ 2018 സൗത്ത് ഇന്ത്യ അടിച്ചെങ്കിൽ പോലും കൊറോണ ടൈം കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്, ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതും. മേ ബി ഞാൻ ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ആയപ്പം എനിക്കൊരു കാറ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജീപ്പ് എൻ്റെ ബോഡിക്ക് പറ്റിയത് അതാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് വാങ്ങിച്ചു. അപ്പോൾ പിന്നെയാണ് ഈ ജിമ്മിൻ്റെ കോൺസെപ്റ്റ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ആദ്യം ജിമ്മ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്നൊരു മൈൻഡായിരുന്നു. നോക്കിയപ്പോൾ നല്ലൊരു പയ്യൻ വന്നപ്പോൾ ഞാൻ കെട്ടിയിട്ട് ജിമ്മിടാം. അപ്പോൾ വിത്തിൻ എ ഇയർ തന്നെ ഇട്ടു. അച്ഛൻ മരിച്ചത് November 1 അപ്പോൾ അടുത്ത November 1 ആയപ്പം ഞാനൊരു സ്ഥലം പോയി കണ്ടു ജിമ്മിൻ്റെ. അപ്പം വിചാരിച്ചോ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞതായിരിക്കാം, പൊട്ടിപ്പൊളിഞ്ഞ് പപ്പടമായിട്ട് കിട്ടിയ ഒരു സ്ഥലമായിരുന്നു. ഐ വോണ്ട് ദാറ്റ് പ്ലേസ്. അപ്പം അങ്ങനെ അതിനെ കൂടെ നിന്ന് പണി ചെയ്ത് നിർത്തി അങ്ങനെ ചെയ്തതാണ് ഈ ജിമ്മ്. അവിടുന്ന് ഇപ്പോൾ ഒരു ഹൈബ്രിഡ് രീതിയിലാണല്ലോ എല്ലാ കാര്യങ്ങളും പോകുന്നത്. ജിമ്മിൽ ഒരു ഹൈബ്രിഡ് ട്രെയിനിങ്ങിൻ്റെ ഒരു സാധ്യത എന്താണ്? നമുക്ക് കുറേ ഫാൻസി ട്രെയിനിങ്സ് ആൾക്കാർ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ തന്നെ ആനിമൽ ഫ്ലോ കാണുന്നുണ്ട്, ക്രോസ് ഫിറ്റ് കാണുന്നുണ്ട്, ഇപ്പൊ ഹൈറോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനങ്ങൾ വരുന്നുണ്ട്, കാലിസ്തനിക്സ് വരുന്നുണ്ട്, ബോഡി ബിൽഡിംഗ്, ഈവൻ നമുക്ക് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ്സ്. അതല്ലാണ്ട് കുറെ ലൈക്ക് ഓരോരുത്തർക്ക് ഓരോ സ്പോർട്ടുകൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ബോഡി ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. എനിക്ക് ബൈ ബർത്ത് ടെയിൽ ബോൺ കംപ്ലീറ്റ് അല്ല എനിക്ക്. അപ്പം ഐ ആം നോട്ട് സപ്പോസ് ടു ലിഫ്റ്റ് വെയിറ്റ്. എനിക്കൊരു ലിമിറ്റ് ഉണ്ട്, അതിന് മേളിൽ കൂടെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ, നിങ്ങളുടെ ബോഡിക്കിനെ കൊണ്ട് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ലൈഫ് സ്റ്റൈലിൽ വരുമ്പം അതൊന്ന് ചൂസ് ചെയ്യുക. ഏത് സ്പോർട്ടാണ് നിങ്ങളുടെ ജോബ് നേച്ചർ അനുസരിച്ചിട്ട്. ഇപ്പം സാറിന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അനൗൺസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബോഡി പെയിനും വയ്യായ്മയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ജോബ് നേച്ചറും നമ്മുടെ ബോഡിക്ക് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റും അത് നോക്കി നമ്മൾ സ്പോർട്ട് സെലക്ട് ചെയ്യുക. പിന്നെ എല്ലാത്തിനും ഒരളവ് വേണം. അമിതമായാൽ അപ്പോൾ ചില പേരുണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അഡിക്ഷൻ ഇസ് ദയർ, ഭയങ്കര ഇന്റൻസ് ആയിട്ട് ചെയ്യും, അത് ചെയ്യരുത്. പിന്നെ അതുപോലെ ഷോർട്ട് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യും. അതായത് ഒരു 10 വർഷം 8 വർഷം കൊണ്ട് കഴിച്ച
വെച്ചുണ്ടാക്കിയ ബോഡീനെ 3 മാസം കൊണ്ട് ഇങ്ങനെ ചുരുക്കണം എന്നൊക്കെ വിചാരിക്കും. അത് ചെയ്യരുത്, അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ബോഡിക്ക് പറ്റുന്ന പോലെ സ്ലോ പേസിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സോ ഫാൻസി വർക്കൗട്ട്സോ ഫാൻസി ഡയറ്റ്സിലോ പിറകെ പോയി വീഴരുത്. ചിലവർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ്, ചിലവർ പട്ടിണി കിടന്ന് വാട്ടർ ഡയറ്റ് അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡയറ്റ് നോക്കുക. ഈ കോമ്പറ്റീഷൻസിനൊക്കെ എയിം ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർ പ്രോപ്പർ ഗൈഡൻസോടെ ഡയറ്റ് എടുക്കുക. ഒരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ കണ്ടിട്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് ഓൺലൈനിൽ ChatGPT ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പെട്ടെന്ന് കിട്ടും. പക്ഷേ നോ, ദാറ്റ് ഇസ് ഡേഞ്ചറസ്. അങ്ങനെ ഹോസ്പിറ്റലായ ആൾക്കാരും ഉണ്ട്. നമുക്ക് ഫുഡ് അലർജി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് മിൽക്ക് അലർജിയാണ്. ഇത് നമുക്കറിയത്തില്ലല്ലോ ഉണ്ടോ ഇല്ലയോ, ചിലപ്പോൾ കഴിച്ച് വരുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പം നമുക്കിത് ടെസ്റ്റസിലൂടെയൊക്കെ അറിയാൻ പറ്റും. സോ ഒരു പ്രോപ്പർ ഗൈഡൻസോടെ വന്നിട്ട് നിങ്ങൾക്ക് അലർജീൻസ് ഉണ്ടോ, ചിലവർക്ക് വെജിറ്റബിൾസ് പോലും അലർജീൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കി കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് സെറ്റ് ചെയ്തിട്ട് വേണം ഇതൊക്കെ പോകാൻ. ഫാൻസി ഡയറ്റോ ഫാൻസി വർക്കൗട്ട്സിന്റെ പിറകെ പോകരുത്. ശ്രീയാസ് നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ് ഹാഫ് നോളജ് ഈസ് വെരി ഡേഞ്ചറസ് എന്നുള്ളത്. നമ്മുടെ തുടക്കത്തിലും അതൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്രയും റിപ്പീറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറയാൻ കാര്യം? അത് ആക്ച്വലി ഐ സോ ഫ്യൂ പീപ്പിൾ ഈ ലിറ്റിൽ നോളജിൽ പഠിപ്പിച്ചു കൊടുത്ത് ഇഞ്ചുറി ആയ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ എന്റെ തുടക്ക സമയത്ത് ഞാൻ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ എയിം ചെയ്യുന്ന സമയത്ത് ഐ നോട്ട് സപ്പോസ് ടു സേ ബട്ട് എന്തോ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ സമയത്ത് എന്റെ ലക്ഷ്യം നല്ല നല്ല ടൈറ്റിൽസ് എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ലെവൽ ബോഡി ബിൽഡർ ആവാനുള്ള ലക്ഷ്യം എനിക്ക് ഇല്ലായിരുന്നു. വേൾഡ് വരെ പോയി കുഞ്ഞിലേക്ക് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഗ്രാജുവലി അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പം നോന്നാണ്. അപ്പം പീപ്പിൾ സ്റ്റാർട്ട് ട്രൈയിങ് സ്റ്റിറോയിഡ്സ് ഓൺ മീ. ദാറ്റ് ഇസ് ഡേഞ്ചറസ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഐ സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി. അതായത് നമ്മുടെ ജെൻഡർ സഹിതം മാറും, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവവും ശബ്ദവും അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ മാറുന്നതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് ഷോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല കേട്ടോ, അതിനും നല്ലപോലെ ഹാർഡ് വർക്ക് തന്നെയാണ്. പക്ഷെ അതിന്റെ ഡേഞ്ചറസ് അത് എത്രത്തോളം ഹാർഡാണ് അല്ലെങ്കിൽ ബാഡ് ആണെന്നുള്ള കാര്യം അവർക്ക് പോലും അറിയത്തില്ല. ലിറ്ററലി ദേ സെൽ തിങ്സ് ബിക്കോസ് ദേ ആണുങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പോലെ തന്നെ പെണ്ണുങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യും. പിന്നെ ഫാറ്റ് ബേണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ അല്ലേ ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ ഈ ഓൺലൈനൊക്കെ ഇത്രയും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ പിന്നെയൊക്കെ അല്ലേ. ഇപ്പൊ സ്റ്റിൽ ആൾക്കാർ ഇത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആശാമാരാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാൻസി ഡയറ്റ്സ് ഒക്കെ കണ്ട് ഹോസ്പിറ്റലായ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ ഭയങ്കര എതിരാണ്. ഈ ലിറ്റിൽ നോളജ് കൊണ്ട് നമ്മൾ എന്തോ ആയി എന്നുള്ള സംഭവത്തിൽ നമ്മൾ ആൾക്കാരെ ചെയ്യിക്കുക. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. എല്ലാവർക്കും ഈ നെറ്റ് നോക്കി തുറന്ന് നോക്കണം, അറ്റ്ലീസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യണം എന്ന് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം എപ്പോഴും എന്നിൽ അറിയുന്ന ആൾക്കാർക്ക് ഞാൻ എത്തിക്കുന്ന കാര്യമാണ് ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ്. എന്തുണ്ടെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് സെർച്ച്. നമുക്ക് ഡോക്ടേഴ്സിന്റെ ആണെങ്കിൽ വീഡിയോസ് ഉണ്ട്, ഇത് എടുക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്നിട്ട് പോയി ഡോക്ടേഴ്സിനെ ചോദിക്കുക. എക്സ്പെർട്സിന്റെ അടുത്ത് ഒപ്പീനിയൻ എടുക്കുക. ഒബ്വിയസ്ലി അതും എക്സ്പെർട്സ് ആരാന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഇപ്പൊ ഓൺലൈൻ എക്സ്പെർട്സ് ഒക്കെ കുറെ വരുന്നുണ്ട്. കുറെ വീഡിയോസ് നോക്കുക, ഡോക്ടേഴ്സിനെ പോയി കാണുക, ഡോക്ടേഴ്സിനെ സംസാരിക്കുക. സോ ദാറ്റ് ഇസ് ദി ഈസിയസ്റ്റ് വേ വി ക്യാൻ സേ. ആ നോട്ടിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? നമുക്ക് കുറച്ചൊരു ഹാപ്പി മൂഡ് കേട്ടാലോ? എനിക്ക് ആക്ച്വലി സിദ് ശ്രീറാമിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തമിഴ് നമുക്കൊരു എന്നടി മായാവിനി സോങ് കേട്ടാലോ? സൂപ്പർ. ശ്രീയ ഇപ്പോൾ ഒരു ബ്രാൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു റെസിലിയൻസ്, ആ ഒരു ഫിറ്റ്നസ്സിന് ഇതൊക്കെ എത്രമാത്രം ഈ ഒരു ബ്രാൻഡിലോട്ട് ഈ ഒരു റെസിലിയൻസിന്റെ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസിന്റെ ഒക്കെ ഒരു എസെൻസ്, ആ ഒരു ഐഡിയ ശ്രീയ എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? എന്റെ ജിമ്മിന്റെ പേര് പറഞ്ഞാൽ തന്നെ ആൽഫ ജിം കോൺസെപ്റ്റ് ബൈ ശ്രീ അയ്യർ. എല്ലാവരും ചോദിക്കും എന്താ നിന്റെ കോൺസെപ്റ്റ് എന്ന്. മൈ കോൺസെപ്റ്റ് ഇസ് ലിവ് ഫ്രീ എന്നുള്ള കാര്യമാണ്. അതായത് നോട്ട് സോ ഇൻ ടു ബോഡി ബിൽഡിംഗ് തിങ്. ഫിറ്റ്നസ്, അതായത് ആൾക്കാർക്ക് മൊബിലിറ്റി, സ്ട്രെങ്ത് ഇത് രണ്ടും ഈക്വൽ ചെയ്യുന്ന വർക്കൗട്ടുകളായിരിക്കണം നമ്മൾ ഡെയിലി ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ഷെയർ ചെയ്യുന്നതും. കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് കൂടുതലും ബാക്ക് പെയിൻ ആയിരിക്കും കൂടുതലും വരുന്ന. ചിലപ്പം ഗ്ലൂട്ടിൻ്റെ പെയിൻ അല്ലെങ്കിൽ ഹാംസ്ട്രിങ്സ്, മൊബിലിറ്റി റെസ്ട്രിക്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം മൊബിലിറ്റി ട്രെയിനിങ് വേണം, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് വേണം, പിന്നെ ഗ്രാജുവലി വെയിറ്റ് കൂട്ടിയിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങിലോട്ട് നമ്മൾ പോകും. ആദ്യമേ വന്നിട്ട് മെഷീൻസിലോട്ട് കയറി അങ്ങനെ ചെയ്യുന്നത് ദാറ്റ് ഈസ് ബാഡ്. നമ്മളിപ്പോൾ വേറെ ജിമ്മുകളിലൊക്കെ നോക്കുമ്പോഴും ഇവർക്ക് ഈ മൊബിലിറ്റി പഠിപ്പിക്കാനുള്ളതും അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ ഭയങ്കര കുറവായിരിക്കും. ആദ്യം വന്നിടം തന്നെ ഡംബിൾസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മെഷീൻസിൽ എടുത്തു കഴിഞ്ഞാൽ പണി തീരും. പക്ഷെ അതല്ല, ലൈഫ് സ്റ്റൈൽ ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജോബ് നോക്കുക. ഫോർ എക്സാമ്പിൾ നിൽക്കുന്ന ജോബുള്ള ആൾക്കാർക്ക് അവർക്ക് നോക്കി കഴിഞ്ഞാൽ മുട്ടുവേദന ആയിരിക്കും കൂടുതൽ. ഒരു കാലിലോട്ടൊക്കെ വേദന വരും. അതല്ലെങ്കിൽ ഒരു കാലിലായിരിക്കും നമ്മൾ വെയിറ്റ് കൊടുത്ത്. ഇപ്പോൾ വീട്ടിൽ അമ്മമാർ ജോലി ചെയ്യുന്നു നോക്കുമ്പോൾ ചിലപ്പോൾ ലെഫ്റ്റ് മുട്ട് ഭയങ്കര വേദന പറയും, റൈറ്റ് മുട്ട്. അപ്പോൾ അവരുടെ പൊസിഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കാലിലായിരിക്കും അവർ ഫുൾ വെയിറ്റ് കൊടുത്തിരുന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ആ പെയിൻ വരുന്നതെന്ന് ട്രിഗർ ചെയ്തെടുക്കുക. പിന്നെ അതിന് മൊബിലിറ്റി ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും കൊടുത്ത്, അല്ലാണ്ട് വെയിറ്റ് ട്രെയിനിങ് മാത്രം ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ മസിൽ ഉണ്ടാക്കുക, കാണാൻ ഭംഗിയാവുക, അതല്ല എൻ്റെ ഫോക്കസ്. ഈ ഡംബലും ബെഞ്ച് പ്രസ്സും ഷോൾഡർ പ്രസ്സും ഒക്കെ സ്ക്വാറ്റും
റെസ്റ്റും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായിരുന്നു അത്? അങ്ങനെയല്ല, ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഫിസിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ പ്രസ്സുകളെല്ലാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ആൻഡ് ഹൗ യു ഡിഫൈൻ നൗ? മെന്റൽ സ്ട്രെങ്ത്തിന് ആക്ച്വലി എനിക്ക് വെയിറ്റ് ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡിപ്രഷനിൽ വീണ് പോയ എന്നെ ഉയർത്തിപ്പിടിച്ചത് ഒബ്വിയസ്ലി വർക്കൗട്ടും കൂടെയാണ്. അതിന് ഞാൻ ഒരിക്കലും വിടത്തില്ല. അറ്റ് ദ സെയിം ടൈം ഇത് ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഭയങ്കര സങ്കടമുള്ള ലോ ഡേ യു ഓൾസോ ലൈക്ക് നമ്മൾ ഇന്ന് ഫുൾ വർക്ക് ചെയ്തു, നമ്മൾ ജസ്റ്റ് ഒന്ന് ജിമ്മിലോട്ട് പോയി ഒന്ന് വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ആൾക്കാർക്ക് സോഷ്യലൈസ് ചെയ്ത് ഒന്ന് കാർഡിയോ ചെയ്ത് പുറത്ത് വന്ന് നോക്കിയേ, അത് സയൻസ് തന്നെയാണ്. നമുക്ക് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം രാവിലെ വർക്കൗട്ട് ചെയ്യുക. അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്യും. അതായത് നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഫിക്സ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജിം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. സോ ഐ ഓൾവേസ് കൺസിഡർ ദാറ്റ് ആസ് മൈ സെക്കൻഡ് ഹോം. പൊതുവെ ഈ ഒരുപാട് കൺസംഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കാർഡിയോ വേഴ്സസ് വെയിറ്റ് ട്രെയിനിങ്. കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യും, വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വെയിറ്റ് കൂടും, അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ട് കാർഡിയോ ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ രണ്ടും കൂടി മിക്സ് ചെയ്ത്. ഞാൻ എപ്പോഴും അത് പറയുന്നത് രണ്ടും വേണമെന്നാണ് പറയുന്നത്, വെയിറ്റ് ട്രെയിനിങ് ആൻഡ് കാർഡിയോ. വെയിറ്റ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് മസിലിനെ സ്ട്രെങ്ത്. അപ്പം നമ്മൾ പറയും എന്തിനാണ് സാധാരണക്കാർക്ക്, ഇപ്പം അമ്മമാർക്കാണെങ്കിലും എന്തിനാണ് വർക്കൗട്ട്, എന്തിനാണ് വെയിറ്റ് ട്രെയിനിങ് എന്നൊക്കെ ചോദിക്കും. അതായത് നമുക്കൊരു സാധനം എടുത്ത് 1 കിലോയുടെ പഞ്ചസാര അല്ലെങ്കിൽ 1 കിലോയുടെ പഞ്ചസാര കൈ പൊക്കി മുകളിലൊരു ഷെൽഫിൽ വെക്കണം. അത് ചിലപ്പോൾ 30 വയസ്സിൽ എളുപ്പമായിരിക്കും, 40 വയസ്സിൽ എളുപ്പമായിരിക്കും, പിന്നെ 50 വയസ്സാകുമ്പോൾ അത് പാടായി തോന്നും. നമുക്ക് വയസ്സാവും തോറും നമ്മുടെ പേശികളിലെ ബലം കുറഞ്ഞു വരും. അതിന് നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിൽ പണി ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒഴിവാക്കും. അതല്ല, ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. നമുക്ക് വേണ്ട ആക്ടിവേഷനും നമുക്ക് വേണ്ട മൊബിലിറ്റിയും നമുക്ക് വേണ്ട സ്ട്രെങ്ത്തും വെയിറ്റ് എടുത്ത് തന്നെ നമ്മൾ അതിന് സ്ട്രെങ്ത് കൊടുക്കണം. അതിപ്പം ബേസിക് ആയിട്ട് ഒരു വയസ്സ് കഴിയും തോറും നമുക്ക് അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേശികളുടെ ബലത്തിന് വേണ്ടി വെയിറ്റ് ട്രെയിനിങ്ങും. ആൻഡ് നമുക്ക് കാർഡിയോ എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് എന്നാണ് പറയുന്നത്. അത് സെക്കൻഡറി എന്ന് പറയാം. ഫസ്റ്റ് തിങ് ഇസ് ഹാർട്ട് ഹെൽത്ത് എന്നാണ്. അതായത് നമ്മുടെ ലങ് കപ്പാസിറ്റി ബെറ്റർ ആക്കും. ഒരു 30 വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിൽ നമ്മൾ സ്റ്റെപ്പ് ഓടിക്കയറും, 30 വയസ്സിൽ ഓടിക്കയറും, 40 വയസ്സ് 45 50 ആകുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ. അത് തന്നെയാണ് ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ഹാർട്ടിന് വേണ്ടിയിട്ടും നമ്മുടെ മസിലിന്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടും കാർഡിയോ ആൻഡ് വെയിറ്റ് ട്രെയിനിങ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു സാധാരണ ആൾ, ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും വീട്ടിലൊക്കെ ചെയ്യാവുന്ന എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ബേസിക് ആയിട്ട് നമുക്ക് ആഴ്ചയിൽ 4 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്ന് ഞാൻ പറയും. അതിപ്പോൾ ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ ബോഡി വെയിറ്റ് ട്രെയിനിങ്, ഇപ്പോൾ പുഷപ്പ് ചെയ്യാം, സ്ക്വാട്ട് ചെയ്യാം, വീട്ടിൽ തന്നെ വാൾ പുഷപ്പ് ചെയ്യാം, പിന്നെ കസരത്ത് ചെയ്യാം, സൂര്യ നമസ്കാരം ചെയ്യാം, പിന്നെ നടക്കാം, സ്കിപ്പിംഗ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ജിമ്മിൽ പോയി എല്ലാവർക്കും പൈസ കളയാനും സ്പെൻഡ് ചെയ്യാനും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്റൻഷനലി വി വിൽ പുഷ് അവർ സെൽഫ്. എന്തായാലും അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് ട്രെയിനർ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. ബട്ട് അതിന് പോലും സമയം കിട്ടാത്തവരുണ്ട്. അമ്മമാർ പറയുന്നു എനിക്ക് സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എത്ര നേരം ഫോണിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കുറച്ച് സമയം മതി, ഒരു ദിവസം ഒരു മണിക്കൂർ മതി മാക്സിമം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ജിമ്മ് വരെ ഡ്രസ്സപ്പ് ചെയ്ത് പോകാനുള്ള മടിയാണെങ്കിൽ വീട്ടിൽ ചെയ്യൂ. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. നമുക്കിപ്പോൾ ഫിംഗർ ടിപ്സിൽ തന്നെ നല്ല നല്ല ആപ്പുകൾ, ഫിറ്റ്നസ് ആപ്സ് ഉണ്ട്, നല്ല നല്ല വീഡിയോസ് ഉണ്ട്, ഈവൻ ഓൺലൈൻ ട്രെയിനിങ്സ് കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു മൂവ്. അതായത് നമ്മളെ ലൈഫിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട്. നമ്മൾ കഴിച്ച ഭക്ഷണം നമ്മൾ കത്തിച്ച് കളയാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ വലിയൊരു രോഗിയാവും. നമുക്ക് ഹാർട്ടിന് ലോഡ് കൂടുതലായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഒരു ദിവസം ഞാൻ പറയുന്ന വെച്ചാൽ 2300 മാക്സിമം കാലറീസ് ഓഫ് ഫുഡ് നിർത്തുക. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1800 കാലറീസ് എന്നൊക്കെ പറയും. ഒരു മെയിൻ മീൽ, അതായത് ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മീൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ 400 കാലറീസ് ആണ് പറയുന്നത്. പക്ഷെ നമ്മളൊരു 4 ഇഡ്ഡലി സാമ്പാർ, ചിലപ്പോൾ അതിൻ്റെ കൂടെ ചായ മധുരം ഇട്ട് ഇതൊക്കെ കുടിച്ച് വരുന്ന സമയത്ത് തന്നെ 600 കഴിയും. അതൊക്കെ കത്തിച്ച് കളയണ്ടേ? പിന്നെ രാത്രിത്തെ സ്പെഷ്യൽ ഫുഡ് വേറെ, ചിലപ്പം പൊറോട്ട ആയിരിക്കും. നമ്മുടെ മലയാളികൾക്ക് അങ്ങനെയാണ്, എണ്ണയിൽ വരട്ടി കഴിക്കുമ്പോഴൊക്കെയാണ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നതിന് കയ്യിൽ നിൽക്കുന്നതിന് അപ്പുറത്താണ് കാലറീസ് കയറുന്നത്. അത് വലിയൊരു ഹൃദയരോഗിയാക്കും. പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ഇച്ചിരിയെങ്കിലും എഫേർട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് യു മൂവ്. ആഴ്ചയിൽ ഒരു 4 മണിക്കൂറെങ്കിലും നന്നായിട്ട് വേർത്ത് ദേഹം അനങ്ങുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെയിൻ മീൽ ഡിന്നറായി മാറുന്ന ഒരു കൾച്ചറിലാണല്ലോ. അയ്യോ, അത് ഭയങ്കര മോശമാണ്. ബിക്കോസ് എല്ലാവരും പറയും ഈ ഉറക്കത്തിൽ മരിച്ചു. ഇപ്പോഴത്തെ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ തന്നെ മിക്കവരും സ്ട്രെസ് മരണം, ഉറക്കത്തിൽ മരണം സ്വാഭാവികമാണ്. IT പീപ്പിളിനൊക്കെ ഉറക്കത്തിൽ മരണം സ്വാഭാവികമാണ്. എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ട് പറയും. ചിലപ്പോൾ വയസ്സായവരൊക്കെ മരിക്കും പറയും നല്ല മരണമായിരുന്നു, ഉറക്കത്തിൽ തന്നെ ഉറങ്ങി മരിച്ചു എന്നൊക്കെ പറയും. നോ, ദാറ്റ് ഇസ് ഹാർട്ട് അറ്റാക്ക്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്നെ സിസ്റ്റം സ്ലോ, അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് വിത്തിൻ ആ ഹവർ തന്നെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്ന ഗ്രൈൻഡർ പോലെയാണ്, നല്ല ഫാസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു ലോഡ് അരി ഇട്ടതിന് ശേഷം പെട്ടെന്ന് അങ്ങ് ഓഫായി കഴിഞ്ഞാൽ എന്താ ജാം ആവത്തില്ലേ? ആ സെയിം സാധനമാണ്. ഉറങ്ങി കഴിയുമ്പം നമ്മുടെ സിസ്റ്റം അങ്ങ് സ്ലോ ആണ്. സോ ദാറ്റ് ഈസ് വെരി ഹാർഷ് ഫോർ യുവർ ഹാർട്ട്. അപ്പം കഴിയുന്നതും പിച്ചക്കാരെ പോലെ ഡിന്നർ കഴിക്കുക. അത് ഞാൻ എപ്പോഴും പറയുള്ളൂ. മിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഏർലി ഡിന്നർ ആക്കുക. 7 o'clock മുമ്പ് കഴിക്കുക.
കഴിക്കുക, 9 o'clock ശേഷമല്ലേ നിങ്ങൾ ഉറങ്ങത്തുള്ളൂ. ആ സമയത്ത് വിശക്കത്തില്ല എന്നൊക്കെ ചോദിക്കും. ഒബ്വിയസ്ലി എനിക്കാണെങ്കിലും വിശക്കും. അപ്പം ഒരു ഗ്ലാസ് പാല് കുടിക്കാം, നമുക്ക് ബാലൻസ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള ഈസി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ രാത്രി എടുക്കുക. ഹെവി മീലൊക്കെ ചപ്പാത്തി, ചിക്കൻ, അങ്ങനെ കുറേ സാധനങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ 7 മണിക്ക് മുമ്പ് കഴിക്കുക. ഡൈജഷൻ കുറേ പ്രോപ്പർട്ടീസ് ഉള്ള ലൈക്ക് സോളിഡ് ഹെവി ഫുഡ് ഉണ്ടെങ്കിൽ അത് നേരത്തെ കഴിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് രാത്രി കിടക്കുന്നതിന് കുറച്ച് നേരം മുമ്പെങ്കിലും കഴിക്കുക. കിടക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ട് ഉടൻ തന്നെ കിടക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും ശ്രീയുടെ ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ ശ്രോതാക്കൾക്ക് ഒരു താല്പര്യം ഉണ്ടാവും. പറയാൻ പറ്റുമെങ്കിൽ. ഞാൻ ആക്ച്വലി തമിഴ് അയ്യർ കുട്ടിയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഫുഡ് ദോശ, ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാനാണെങ്കിലും തളർന്നു പോകും. അപ്പൊ അത് കാരണം ഞാനത് ഒഴിവാക്കിയിട്ട് രാവിലെ എന്റെ ഫുഡ് എപ്പോഴും പ്രോട്ടീൻ സ്മൂത്തി ആയിരിക്കും. പ്രോട്ടീൻ സ്മൂത്തി അല്ലെങ്കിൽ സ്മൂത്തി എടുക്കാം. ഞാൻ ഓട്സ്, ബനാന, നട്ട്സ്, പിന്നെ പ്രോട്ടീൻ പൗഡർ എൻ്റെ ബ്രാൻഡ് അതും കൂടി ഇട്ടിട്ട് ഞാൻ ഒരു ഷേക്ക് ആയിട്ട് കുടിക്കാം. എനിക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അല്ലെങ്കിൽ ഓട്സ് ഉപ്പിട്ട് കാച്ചിട്ട് ഒരു ഡബിൾ ഓംലെറ്റ് വിത്ത് മിൽക്ക് അങ്ങനെ എടുക്കും. ഇത് രണ്ടുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ്. പിന്നെ ഇടയ്ക്കുള്ള സ്നാക്ക് ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം നട്ട്സ്. അപ്പോൾ നട്ട്സ് ആണെങ്കിലും ഒരു ഹാൻഡ്ഫുൾ നട്ട്സ് എന്ന് പറയും. പക്ഷെ എന്നാലും കാഷ്യൂസ് കുറച്ചുകൂടി കാലറി കൂടിയ സാധനങ്ങളാണെങ്കിൽ ഞാൻ കറക്റ്റ് എണ്ണി 10-15 മാക്സിമം വിത്ത് ഗ്രീൻ ടീ. പഞ്ചസാര ഇട്ട് കഴിക്കുന്ന പരിപാടിയില്ല, അത് കംപ്ലീറ്റ്ലി നിർത്തി. പിന്നെ ഈ കോഫി എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്ന പരിപാടിയും ഇല്ല. കോഫി ചായ ഞാൻ പൊതുവേ ഇല്ല. അഥവാ ഒത്തിരി ലോ ഡേ ആണെന്നുണ്ടെങ്കിൽ അത് ഈ 11 മണി ചായ ടൈം ഉണ്ടല്ലോ ആ സമയത്ത് എടുക്കും. ചിലപ്പോൾ ഞാൻ ഈ ഷുഗറിന് പകരം ഷുഗർ ക്രേവിങ് എനിക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ഞാൻ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചുക്ക് കാപ്പി കുടിക്കും. അങ്ങനെ ബാലൻസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഷുഗർ ക്രേവിങ്ങിനെ ഞാൻ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ലഞ്ചിൽ ഒരു പിടി ചോറ്, നോൺ വെജ് ചിക്കൻ അല്ലെങ്കിൽ മുട്ട. ചിലപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസ്. വെജിറ്റബിൾസും പോവും, റൈസും അത് ഞാൻ ഉണ്ടാക്കുന്ന. അപ്പോൾ അതിൽ 2 മുട്ട ചിക്കിയിട്ടിട്ട് എനിക്ക് വേണ്ട പോർഷൻ സൈസ് ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ടിട്ട് അതിനെ ഫ്രൈഡ് റൈസ് പോലെ ആക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഡയറ്റ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, കപ്സ അങ്ങനെ ഉണ്ടാക്കും. എനിക്ക് എപ്പോഴും ഇന്ത്യൻ ഫുഡാണ് ഇഷ്ടം. അപ്പം അത് ടച്ചിട്ടുള്ള സാധനങ്ങൾ, സാൻഡ്വിച്ചസ് അങ്ങനത്തിലേക്ക് പോകാറില്ല. പിന്നെ ഈവനിങ് ആവുന്ന സമയത്ത് എനിക്ക് വർക്കൗട്ട് ടൈമിന് മുമ്പായത് കാരണം സ്വീറ്റ് പൊട്ടാറ്റോ വിത്ത് എഗ്സ് അത് എടുക്കാറുണ്ട്. പിന്നെ ലെഗ് ഡേ ഒക്കെ ആകുമ്പം നല്ല ഹെവി വർക്കൗട്ട് വേണം. അപ്പോൾ അങ്ങനെ ആകുമ്പം ലഞ്ച് കുറച്ച് ലൈറ്റർ ആകും. ചിലപ്പോൾ ചപ്പാത്തിയും ചിക്കൻ എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ വർക്കൗട്ടിന് മുമ്പ് ഞാൻ ഒരു പിടി തൈസ് അത് ഉപ്പിട്ട് കഴിക്കാം. അത് ഭയങ്കര ലിഫ്റ്റിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കഴിക്കാം. ഭയങ്കര എനർജി തരും. അപ്പോൾ അങ്ങനെ എടുക്കാറുണ്ട്. അതായിരിക്കും എൻ്റെ ഈവനിങ് ടൈം. ആൻഡ് ഡിന്നർ ഞാൻ ചപ്പാത്തി, ചിക്കൻ അല്ലെങ്കിൽ എഗ്സ് സ്ക്രാമ്പിൾ ചെയ്ത് ചിലപ്പോൾ ആ സമയത്ത് 8 മുട്ടയൊക്കെ ആയിരിക്കും. അപ്പോൾ 8 മുട്ടയുടെ വെള്ള എനിക്ക് ബുൾ സൈ ഇഷ്ടമല്ല, യെല്ലോ വരുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ബുൾ മാത്രം കഴിക്കും. അപ്പം 8 ബുള്ളും ഒരു ചപ്പാത്തിയും ഒരു ജ്യൂസും അങ്ങനെ ആയിരിക്കും. ശ്രീക്ക് ചീറ്റ് ഡേ ഉണ്ടാവാറുണ്ടോ? ആ ചീറ്റ് ഡേ ഉണ്ടാവാറുണ്ട്, റെയർ ഓഫ് റെയറസ്. പക്ഷെ എൻ്റെ ചീറ്റ് ഡേ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് നെയ് റോസ്റ്റ്. എനിക്ക് വെജ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് തമിഴ് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, അപ്പം അത് ഭയങ്കര ഇഷ്ടം. പിന്നെ പുളിയോദരൈ, ലെമൺ റൈസ്, ഞാൻ ലെമൺ സേവയൊക്കെ ഉണ്ടാക്കും. കഴിയുന്നതും ഞാൻ ഉണ്ടാക്കുന്നതാണ് പതിവ്. എനിക്ക് കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്നതിലേക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ മാക്സ് ടു മാക്സ് ലേസി ഡേ ഒക്കെ ആണെങ്കിൽ തട്ടുദോശ അങ്ങനെയൊക്കെ അത് ഭയങ്കര ഇഷ്ടം. തട്ടുദോശ, ചമ്മന്തി, പപ്പടം, രസവട. ഹെവി വർക്കൗട്ട് ഡേ ആയിരിക്കും. ചില സമയത്ത് ഞാനിപ്പം ഉച്ചയ്ക്കൊക്കെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. സദ്യ എന്ന് പറയുമ്പോൾ പായസം കൂട്ടിയിട്ടല്ല, എനിക്ക് ഇപ്പൊ പറയുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും. അവിയൽ, സാമ്പാർ, പിന്നെ ഓലൻ, പൈനാപ്പിൾ പുളിശ്ശേരി, അച്ചാർ, ഇതൊക്കെയാണ് എൻ്റെ വീക്ക്നെസ്. എനിക്ക് നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര വീക്ക്നെസ് ആണ്. അത് ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പെരുകും. ഇന്ന് പെരുകുന്നുണ്ട്, ഇന്ന് ഞാൻ കഴിച്ചു. അപ്പൊ ഇന്ന് വൈകിട്ട് പോയി നല്ല ഹെവി ലെഗ് ഡേ. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ ബേൺ മൈ കാലറീസ് വിച്ച് ഐ ഈറ്റ്. എനിക്ക് അധികം ഹെവി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഒരുവിധം കറങ്ങി തിരിഞ്ഞ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതിനു ശേഷം ഒരു 20 minutes ഫോർ ഷുവർ ഐ വിൽ ഡു കാർഡിയോ. ബിക്കോസ് എൻ്റെ ഹാർട്ടിന് ലോഡാണ് ഞാൻ കഴിച്ച ഭക്ഷണം എന്ന് എനിക്കറിയാം. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഐ ബേൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ നോട്ടിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? യെസ്. ഏത് പാട്ട്? നമുക്കൊരു ഹിന്ദി പാട്ട് കേട്ടാലോ? ഇറ്റ്സ് എ വെരി ലേറ്റസ്റ്റ് മൂവി സോങ്, സയ്യാരയിലെ ബർബാദ് എന്നുള്ള പാട്ട് കേൾക്കാം. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഒരു ആവേശത്തിന് പോയി ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ ലൈഫിന്റെ റുട്ടീനിൽ വന്ന് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യാത്രകൾ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മുടങ്ങിപ്പോകും എന്ന് പറയുന്നത്. എന്നാൽ ശ്രീയ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനൊരു ജിം റാച്ച് ആണല്ലോ. ഞാനിപ്പം അഥവാ ഹോട്ടലിൽ നിൽക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് ബാത്റൂം നന്നായിരിക്കുന്നുണ്ടോ, ഉറങ്ങാൻ ഒരുവിധം നല്ല സ്ഥലമുണ്ടോ, ജിമ്മുണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഷൂട്ടിംഗ് കോമ്പറ്റീഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് കഴിഞ്ഞു നാഷണലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം നോർത്തിലൊക്കെയാണ്, അപ്പോൾ റൂംസ് ഒന്നും കിട്ടത്തില്ല ലൈക്ക് ഇതുപോലെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ലോക്കൽ ജിം സെറ്റപ്പ് നോക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ലെങ്കിൽ ഞാൻ റൂമിൽ തന്നെ വർക്കൗട്ട് ചെയ്യും. ബിക്കോസ് ഞാൻ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്രത്തോളം ഞാൻ ബേൺ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ബേസിക്കായിട്ട് നോക്കും. മൊബിലിറ്റി, ഞാൻ സൂര്യ നമസ്കാരം ചെയ്യും, റൂം വർക്കൗട്ട്സ് കുറേ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലോക്ക്ഡൗൺ ടൈമിൽ 30 days ഹോം വർക്കൗട്ട് ചാലഞ്ചസ് ആണ് എടുത്തത്. അപ്പോൾ ഐ ആം എക്സ്പെർട്ട് ഇൻ വീട്ടിനകത്തിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നതിൽ കുറച്ച് എക്സ്പെർട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ നടക്കും. ഇപ്പോൾ ഷൂട്ടിംഗ്
മെൻറ്ററിങ്ങിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു, അതിൻ്റെ ഇടയിൽ സൂംബ ചെയ്യുന്നുണ്ട്. എന്തൊന്നാണ് ചെയ്യാത്തത്? അങ്ങനെയില്ല, എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഡാൻസ് ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഞാൻ സുംബ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമുക്കിപ്പോൾ സുംബയുടെ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് ആ സോങ്സ് മാത്രമേ പ്ലേ ചെയ്യാവുള്ളൂ, അത് മാത്രമേ ഇതാക്കാവുള്ളൂ, ഇത് കോൺസെപ്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് മറ്റേ ഡപ്പാങ്കൂത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഇപ്പോൾ എനിക്ക് കാർഡിയോ ചെയ്യാനുള്ള മടിയുള്ള ദിവസമാകുമ്പോൾ ഐ ഡു ദ സുംബ കൈൻഡ് ഓഫ് തിങ്, അതായത് ഡാൻസ് ഫിറ്റ്നസ് ഇൻ ഡപ്പാങ്കൂത്ത് സോങ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ കാലറി ബേൺ ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് ആക്ച്വലി റൈഫിൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനും വരാം. പക്ഷേ എനിക്ക് ബൈ ബർത്ത് ഞാൻ പറഞ്ഞില്ല, ടെയിൽ ബോൺ കംപ്ലീറ്റ് അല്ല. അപ്പോൾ റൈഫിലിനൊരു ഓക്വർഡ് ഒരു എൽ ടൈപ്പ് എന്തോ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ലോവർ ബാക്കിൽ പിന്നിങ് പെയിൻ വന്നു തുടങ്ങി. ഞാൻ ഏകദേശം 1 month വയ്യാണ്ട് കിടന്ന് ഒരു കാലിൽ സ്റ്റെപ്പ് പോലും എടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞാനത് മാറ്റിയിട്ട് പിസ്റ്റലിലോട്ട് മാറ്റി. പിസ്റ്റൽ ഭയങ്കര രസമല്ല, ഒരു ടെസ്റ്റോസ്റ്ററോൺ ലുക്കുള്ളൊരു സാധനമാണ് പിസ്റ്റൽ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പം ഐ എം സ്കോറിങ് ഗ്രേറ്റ്. വർഷങ്ങളായിട്ട് അക്കാഡമിയിൽ ഞാൻ KSAയുടെ താഴെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റിൽ ബ്രോൺസ് ഉണ്ടായിരുന്നു ആൻഡ് സ്റ്റേറ്റ് ക്വാളിഫൈഡ് ആയി. സൗത്ത് സോണിൽ നാഷണൽ ക്വാളിഫിക്കേഷന് 1 point ഡൗൺ ആയിരുന്നു. അപ്പോൾ വൈൽഡ് കാർഡും ഓപ്പൺ നാഷണൽസും ചെയ്യാൻ പോവാണ്. ഫോർ ഷുവർ ഐ വിൽ റീച്ച് നാഷണൽസ്. ഉറപ്പായിട്ടും നല്ല ആശംസകൾ ആദ്യമേ തന്നെ അറിയിച്ചു. താങ്ക് യു. അത് ആക്ച്വലി 3 months കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തത്. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മൈ ഫിറ്റ്നസ് ബിക്കോസ് കോർ സ്ട്രെങ്ത് ആൻഡ് ബ്രീത്തിങ് കപ്പാസിറ്റി, എൻ്റെ ലങ് കപ്പാസിറ്റി, നമ്മളൊരു ശ്വാസത്തിൻ്റെ അങ്ങനത്തെ ഒരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പോയിന്റ് മേളിലോട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അടിക്കുന്നത്. അപ്പം എൻ്റെ കാർഡിയോയും എൻ്റെ വർക്കൗട്ടും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പ്രൂവ് ചെയ്തത് ഈ കോമ്പറ്റീഷനിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, സോ ഐ ഗോട്ട് ദിസ് കൈൻഡ് ഓഫ്, എൻ്റെ ലങ് കപ്പാസിറ്റി ബെറ്റർ ആണല്ലേ, എൻ്റെ കോർ സ്ട്രെങ്ത് ഇത്രയും ബെറ്റർ ആണെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുന്നത് മേ ബി കോമ്പറ്റീഷനിൽ വന്നപ്പോഴാണ്. താങ്കൾ ഒരേ സമയം മത്സരാർത്ഥിയായിരിക്കുകയും അതേപോലെ മെന്റർ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ബാലൻസ് എങ്ങനെയാണ്? ബിക്കോസ് ഐ ലവ് ടു അപ്ഡേറ്റ് മൈസെൽഫ്. വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വെപ്രോളാണ്. എന്തെങ്കിലും ഞാൻ വിരിവിരാ ടൈപ്പാണ്. എപ്പോഴും എന്തെങ്കിലും ഭയങ്കര വോണ്ട് ടു ഡു സംതിങ്. അതായത് നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ലിറ്ററലി നമ്മുടെ എനർജി അങ്ങ് കൊടുത്താ പഠിപ്പിക്കുന്നത്. ബട്ട് ദേ ആർ ലേണിംഗ്. അത് നമുക്ക് ഹാപ്പിനെസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ കീപ് ഓൺ അപ്ഡേറ്റിംഗ് മൈസെൽഫ്. ഇപ്പൊ ഞാനിപ്പോൾ ഫിറ്റ്നസ്സിലാണെങ്കിലും വർക്കൗട്ട്സിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. പണ്ടത്തെ സർട്ടിഫിക്കേഷൻസ് അല്ലെ പണ്ടത്തെ വർക്കൗട്ട്സ് എടുത്ത് നോക്കിയാൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ബാൻഡ് വർക്കൗട്ട്സ് ആയി മാറുന്നുണ്ട്, അപ്ഡേഷൻസ് വരുന്നുണ്ട്, പിന്നെ വർക്കൗട്ടിന്റെ ടെക്നിക്സ് മാറുന്നുണ്ട്, അസുഖങ്ങൾ പുതിയത് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വേരിയേഷൻ ഓഫ് വർക്കൗട്ട്സ്, ഫിസിയോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഐ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ഒരു പേരിനൊരു സർട്ടിഫിക്കേഷൻ ചെയ്താൽ മതി, പേഴ്സണൽ ട്രെയിനിങ് മാത്രം ചെയ്താൽ മതി. സർട്ടിഫിക്കേഷൻ ഇൻ ക്രോസ് ഫിറ്റ്. എനിക്ക് ക്രോസ് ഫിറ്റ് ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് ഭയങ്കര ഇഷ്ടമാണ്. അത് നോക്കിയപ്പം കുറേ ഇഞ്ചുറിയുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇഞ്ചുറി മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻസ് ചെയ്തു. പിന്നെ എൻ്റെ ടേസ്റ്റ് ഇപ്പോൾ നോട്ട് ജസ്റ്റ് വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് സർട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. അതിൻ്റെ ടേസ്റ്റുകളും പിന്നെ എൻ്റെ കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഐ ഡു ലേൺ, കീപ്പ് ഓൺ ലേണിംഗ് ആൻഡ് ഐ ലേൺ ന്യൂ തിങ്സ് എവറി ഡേ. അതുപോലെ എനിക്കും ഒരു ചാലഞ്ചിങ് വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ലൈക്ക്, ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്റൻസിറ്റി കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ കുറച്ച് വൈറൽ കോമ്പറ്റീഷനാണ്, പക്ഷെ അത് എൻ്റെ ടൈപ്പ് ഓഫ് വർക്കൗട്ട്സ് ഉള്ള സാധനങ്ങളാണ്. ഹൈ ഇന്റൻസിറ്റി ഹെവി ചാലഞ്ചിങ് സാധനങ്ങൾ മരിക്കും. ഐ ആം ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ്. ഈ മെന്റർ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു 7 മുതൽ 70 വരെ എന്ന് പറഞ്ഞ പോലെ തെറ്റില്ലാന്ന് തോന്നുന്നു. ആ ഒരു വലിയ വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്? അത് ആക്ച്വലി ഞാൻ ഈ വയസ്സായവരെ ട്രെയിൻ ചെയ്തെന്ന് വെച്ചാൽ ആദ്യം വന്ന ക്ലയന്റ് എന്ന് വെച്ചാൽ ഒരു അങ്കിളും ആൻറ്റിയാണ്. നോക്കിയപ്പോൾ എൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നത്. നോക്കിയപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര റെസ്ട്രിക്ഷൻ. നോക്കിയപ്പോൾ എൻ്റെ അച്ഛനെ പോലത്തെ കുറേ റെസ്ട്രിക്ഷൻസും സാധനങ്ങൾ. അപ്പം ഐ സ്റ്റാർട്ടഡ് ട്രെയിനിങ് വിത്ത് ഹിം. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യുന്നതായിരുന്നു. ആദ്യമൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്കാരൻ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒന്നിച്ച് വർക്കൗട്ട് ചെയ്തപ്പോൾ ഈ സ്റ്റാർട്ടഡ് ലിഫ്റ്റിംഗ് ആൻഡ് ഗ്രാജുവലി പുള്ളിക്കാരൻ്റെ കാലുവേദന, മുട്ടുവേദന, ലോവർ ബാക്ക് ഇഷ്യൂസ് ഒക്കെ മാറി തുടങ്ങിയപ്പോൾ അപ്പോഴാണ് കോൺഫിഡൻസ് കിട്ടുന്നത്. ദെൻ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ആസ് എൻ എ റെഗുലർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബ്രദറിനെ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ്റെ ബ്രദറിന് നിൽക്കാൻ പറ്റത്തില്ല. നിൽക്കുന്ന സമയത്ത് തന്നെ പടാന്ന് താഴെ വീഴും. ലൈക്ക് ആ മരുന്നിന്റെ എഫക്റ്റിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. സ്പെഷ്യൽ അസുഖമാണ്. അപ്പോൾ പുള്ളിക്കാരനെ കോൺഫിഡൻസോടെ കൊണ്ടുവന്നു. 70 കഴിയുമ്പം പിള്ളേരെ പോലെയാണ്. അപ്പോൾ ഐ സ്റ്റാർട്ട് ട്രീറ്റിംഗ് ഒരു 13 വയസ്സുള്ള കുട്ടീനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമോ അപ്പോൾ ഞാൻ ക്ഷമ പഠിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഐ ക്യാൻ ടീച്ച് ദം. പിന്നെ മോർ ദാൻ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 20 മിനിറ്റ് ആയിരിക്കും, 30 മിനിറ്റ് നമ്മൾ സംസാരിക്കാനായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ക്ഷമ പഠിച്ചു. അറ്റ് ദ സെയിം ടൈം എൻ്റെ നോളജും ഷെയർ ചെയ്ത് അതിലുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങിയപ്പം ഐ ഫീൽ സോ ഹാപ്പി. അപ്പം എനിക്ക് മെന്റലിയും ഫിസിക്കലിയും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും തോന്നിയപ്പം കൈൻഡ് ഓഫ് അഡിക്ഷനായി. അതുപോലെ തന്നെ കിഡ്സിനെ പഠിപ്പിക്കാൻ ക്ഷമയുടെ നെല്ലി പലകപ്പെട്ടു. പക്ഷെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരുടെ ടേസ്റ്റ് നോക്കി. ചില പിള്ളേർ ഭയങ്കര വെളിയായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ തന്നെ കുറെ വെളിത്തന്നെ കാണിക്കുമ്പോൾ ഞാൻ കുറെ വെളിത്തന്നെ കാണിക്കും. അപ്പോൾ വിചാരിക്കും ഇതിനേക്കാളും വലുത്. അപ്പോൾ പിള്ളേർ കുറച്ച് അടങ്ങും. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായി. പിന്നെ ചില പിള്ളേർ വാ തുറക്കത്തില്ല, എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് കുഞ്ഞു സാധനങ്ങൾ അവരുടേതായിട്ടുള്ള ഈസി ടാസ്ക് അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി അങ്ങനെ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പം ഐ എം ലേണിംഗ് സോ മെനി പ്രോസസ് ആൻഡ് ഐ എം ഇംപ്ലിമെന്റിങ് ന്യൂ തിങ്സ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ സാധനങ്ങളൊന്നും പഠിക്കാത്ത സാധനങ്ങൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇറ്റ് ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ്. അതാണ് ശ്രീയുടെ കൺസെപ്റ്റായിട്ട് ഒരുപക്ഷെ ഇനി വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള ബ്രാൻഡ് കുറച്ചുകൂടി വിപുലമാക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും. നമുക്കപ്പോൾ ആ നോട്ടിലൊരു പാട്ട് കേട്ടാലോ? യെസ്. ഏത് പാട്ടാണ്? 96 ലൈഫ് ഓഫ് റാം. യെസ്. നമ്മൾ ഇത്രയും ദൂരം കടന്നു
തുടർന്ന് വന്ന യാത്ര എനിക്കൊന്നും ഈ കുറച്ച് സമയത്തിനകത്ത് മിന്നായം പോലെ ഒന്ന് കാണിച്ചു പോകാൻ പറ്റിയെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ ചേരുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പാട്ട് കേൾക്കാം. ഫിറ്റ്നസ് എപ്പോഴും ശ്രീയുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്താണ് കൂടെ ഉണ്ട് സോറി. അപ്പോൾ ലൈഫിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അതിനെ ഒരു ഹീലിംഗ് ആയി ശ്രീക്ക് മാറുകയാണ്. നൗ വാട്ട് ഈസ് ഫിറ്റ്നസ് ഫോർ യു? ഇറ്റ് ഈസ് മൈ കോൺഫിഡൻസ് ആൻഡ് മേ ബി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെയൊക്കെ മെൻ്റൽ സ്റ്റെബിലിറ്റി മെൻ്റലി ഫിക്സ് ചെയ്യാൻ ഞാൻ എടുത്ത ഒരു കാര്യം, ഇപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഒത്തിരി തന്ന കാര്യം. ആൻഡ് ഇനി ഞാൻ ആൾക്കാരെ കോൺഫിഡൻസ് ഷെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനത് യൂട്ടിലൈസ് ചെയ്യും. ആൻഡ് സ്റ്റിൽ എൻ്റെ കോൺഫിഡൻസ് ഇനിയും കൂട്ടാൻ പോവാണ്. ഐ റിയലി വോണ്ട് സ്പ്രെഡ് സോ മെനി തിങ്സ് ബിക്കോസ് ഞാനിപ്പോൾ ഇത് ഇട്ടിരുന്നത് ഹാർട്ട് ഓഫ് ദി സിറ്റിയിലാണ്. അപ്പോൾ എനിക്ക് വിഷമം എന്ന് പറയുന്നത് ഐ സ്റ്റിൽ ഫീൽസ് ലൈക്ക് എൻ്റെ ജിമ്മിൽ എനിക്ക് വാക്കുകൾ തിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇട്ടത് എല്ലാം കുറച്ചും കൂടെ പോഷ് ഏരിയക്കകത്ത് കൊണ്ടായിട്ടത്, അങ്ങനെ റീച്ച് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഒരു ലെവലിൽ താഴെ എനിക്ക് പ്രൈസസ് കൊണ്ടുതരാൻ പറ്റുന്നില്ല ബിക്കോസ് എനിക്ക് ഐ വോണ്ട് ടു മാനേജ് മൈ തിങ്സ്. അല്ലാണ്ട് എനിക്ക് ഈ സ്റ്റാഫിന് മാനേജ്മെന്റും ജിം റെന്റ് കറണ്ട് ബിൽ എല്ലാം ഹൈക്കൽ ഉള്ള സമയത്ത് എനിക്ക് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു ഫിക്സഡ് പ്രൈസിന് താഴെ വരാൻ പറ്റുന്നില്ല. ഐ റിയലി വോണ്ട് എവ്രി വൺ ടു വർക്ക് ഔട്ട്. അപ്പം കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫോർ ദ മണി ഓർ മൈ സെക്കൻഡ് ബ്രാഞ്ച് മാർക്കറ്റിംഗ് ബ്രാൻഡിങ് അങ്ങനത്തെ ഉള്ള രീതിയിലല്ല. നല്ല ട്രെയിനിങ് ആൾക്കാരിൽ എത്തിക്കാൻ എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസിൽ എനിക്കൊരു നെക്സ്റ്റ് ഒരു ജിമ്മും കൂടെ ഇടാനുള്ള ഒരു മനസ്സിലാണ് ഞാനിപ്പം കൊണ്ടു നടക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഈ ലയബിലിറ്റി ഒന്ന് താഴട്ടെ, ഏകദേശം ഒരു മിഡിൽ ആവുന്ന സമയത്ത് അടുത്ത റിസ്കിൽ ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഫിറ്റ്നസ്സിലോട്ട് വരണോ വേണ്ടയോ എന്നൊക്കെ ശങ്കിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീകളോട്? വർക്കൗട്ട് സമയത്തോളം നിങ്ങൾ ആലോചിച്ചിരിക്കാൻ പാടില്ല. ബിക്കോസ് യു വോണ്ട് ടു ഡു സംതിങ്. ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്യണമെന്നല്ല, യു ഡു സംതിങ് ഫോർ യുവർ സെൽഫ് ഫ്രം ടുഡേ. ഇപ്പൊ കേൾക്കുന്ന സമയം തൊട്ട് നിങ്ങൾ ഇന്നും ഭക്ഷണം കഴിച്ചതാണല്ലോ, അപ്പം യു സ്റ്റാർട്ട് മൂവിങ്. ഡു സംതിങ്. നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിനെയും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഫിറ്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുക. ആൻഡ് ഫിറ്റ്നസ്സിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഡു ഇറ്റ് പ്രോപ്പർലി. അതായത് യൂട്യൂബ് നോളജ്, ഇൻസ്റ്റഗ്രാം വീഡിയോ നോളജ് ഉപരി സർട്ടിഫിക്കേഷൻ നോളജ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി പഠിക്കാൻ പോവുക. ഐ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ്. എന്നിട്ട് റൈറ്റ് നോളജ് ആൾക്കാരിൽ എത്തിക്കുക. പിന്നെ ചെയ്യുന്ന കാര്യം മനസ്സുകൊണ്ട് ചെയ്യുക, പൈസ മാത്രം ലക്ഷ്യമിട്ട് ചെയ്യരുത്. ആദ്യമൊക്കെ നമുക്ക് ഇൻകം ഭയങ്കര കുറവായിരിക്കാം. ആൾക്കാർ നമുക്ക് ട്രസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ നന്നായി ചെയ്യുന്നുണ്ടെന്ന് അറിയിപ്പിക്കാൻ നമുക്ക് ആദ്യമേ ഒരു ഹെവി പ്രൈസിങ് കൊടുക്കാണ്ട് ഒരു റീസണബിൾ പ്രൈസിൽ നമ്മുടെ ട്രെയിനിങ്ങും കോച്ചിങ്ങും ആൾക്കാരിൽ എത്തിക്കുക. തന്നെ നിങ്ങൾക്ക് ബിസിനസ് വന്നോളൂ. സോ കീപ് ഫോക്കസ് ഓൺ യുവർ പാഷൻ. താങ്ക് യു ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന്. ഇനി കൂടുതൽ അച്ചീവ്മെന്റ്സുമായിട്ട് നേരത്തെ പറഞ്ഞ ഷൂട്ടിങ്ങിലുള്ള വിന്നറൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഫിറ്റ്നസ് കോച്ചും സംരംഭകയുമായ ശ്രിയ അയ്യർ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നിർവഹണം മനേഷ് MP, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.